അപ്പൊ അന്ന് കൃപാസനത്തില് സ്റ്റെരിഗ്മ ധ്യാനം നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിന് അച്ഛൻ ടോക്കിന് കയറി ഇറങ്ങിയപ്പോ അച്ഛനോട് ഒരാൾ വ്യക്തി വന്ന് പറഞ്ഞു, അച്ഛനെ കാത്ത് ഒരു വ്യക്തി പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ജോമോൾ സിസ്റ്ററെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ കൃപാസനവുമായി ബന്ധപ്പെട്ടുള്ള മീഡിയയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രാരംഭകാലത്തെ പറ്റി കേട്ടറിവുള്ളതും അല്ല സ്വയം ബോധ്യപ്പെട്ടതും അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ വസ്തുതകളൊന്ന് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 2012 ഒരു മെയ് മാസം മരിയൻ തപസ് ധ്യാനം കൂടാനാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചി ചാർത്തി പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷയായി എന്നുള്ള കാര്യം അന്നത്തെ തപസ് ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആ ഒരൊറ്റ കാര്യമാണ് എൻ്റെ ഒരു ദൈവവിളിയുടെ ഒരു കാരണം. അതിനു മുമ്പ് കൃപാസനം പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അതിൻ്റെ എഡിറ്റോറിയലാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങൾ വീട്ടിലും അല്ലാതെ ചെല്ലുന്ന സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് കർത്താവ് ഒരുക്കി വെച്ചിരുന്നു. കുരിശുകളിലൂടെ കൃപ ആർജിക്കാനുള്ള വലിയ ഒരു തുറവിയുടെ അവസരങ്ങളാണ് ഈശോ അത് ഒരുക്കി വെച്ചിരിക്കണമെന്ന് അച്ഛൻ്റെ ഒരു എഡിറ്റോറിയൽ അന്ന് എൻ്റെ കയ്യിൽ കിട്ടി. 2010 ഞാൻ 4-ാം വർഷം BS നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു പത്രം എനിക്ക് കിട്ടുന്നത്. അതായത് പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ പേര് ഇങ്ങനെയായിരുന്നു, വിട കൊണ്ടവരെ കുറിച്ച് ചില വീണ്ടും വിചാരങ്ങൾ. അപ്പൊ അതിൽ അച്ഛൻ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നമ്മുടെ സഹനങ്ങള്, കുരിശുകള്, കൃപ ഇതെല്ലാം നിത്യതയിൽ വലിയ മഹത്വം നമുക്ക് തരാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് എന്നുള്ള ആ ഒരു കാര്യമായിരുന്നു ആ എഡിറ്റോറിയൽ അച്ഛൻ പറഞ്ഞിരുന്നത്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് അത് വായിച്ചപ്പോൾ തന്നെ എന്നെ മനസ്സിലായി ഇതാണ് എൻ്റെ സ്ഥലം. അപ്പൊ ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജോസഫ് അച്ഛനെ കാണുന്നത്. ഈ മരിയൻ പ്രത്യക്ഷീകരണവും നിത്യതയും കൂടെ ആയപ്പോൾ ഞാൻ അന്ന് തീരുമാനം എടുത്തു, എൻ്റെ ദൈവവിളി ഇത് തന്നെയാണ്. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോയപ്പോഴും ഈശോ എനിക്ക് ശക്തമായ ഒരു ബോധ്യം തന്നിരുന്നു. ജോമോൾ ഇപ്പൊ നിലവിലൂടെ കോൺഗ്രിഗേഷൻ ഇല്ല, പക്ഷേ ലോകത്തെ ഏത് കോൺഗ്രിഗേഷൻ അസ്തമിച്ചു പോയാലും ഇവിടെ കോൺഗ്രിഗേഷൻ നിലവിൽ വരും. ജോമോളെ കർത്താവ് ജോസഫ് അച്ഛനിലൂടെ വളർത്തും, ഇത് നിത്യതയോളം നിലനിൽക്കും. ഈ ഒരു ബോധ്യം തുടക്കം മുതലേ തന്നിട്ടുണ്ട്. അത് ദർശനങ്ങളിലൂടെയും പിന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയെ കൈവച്ചപ്പോ അച്ഛൻ ഈ ഒരു മിഷനിലോട്ടുള്ള ആളാണെന്ന് അച്ഛന് ബോധ്യം കിട്ടി, എന്നെ എടുത്തു. അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് വന്ന എന്നെ അച്ഛൻ ഈ ഒരു മിഷന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല, അത് ചെറുപ്രായത്തിൽ തന്നെ എന്നെ എടുത്തു. അത് ഈശോയുടെ ദൈവപിതാവിന്റെ വലിയ ഒരു കരുണയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധമുണ്ടായിരുന്നു. കൃപാസനത്തിന്റെ പിന്നെ അതിനുശേഷം 2012 ഞാൻ കൃപാസനത്തിൽ വന്ന ശേഷം 2015 അച്ഛൻ എന്നോട് ലൈബ്രറി സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇവിടെ ലൈബ്രറി ഉണ്ടായിരുന്നില്ല ഔദ്യോഗികമായിട്ട്. അപ്പൊ അവിടെ ഇവിടെയും ചിതറി കിടക്കുന്ന ബുക്കുകളെല്ലാം എടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു അച്ഛന്റെ ജൂബിലി ബുക്ക് വായിക്കാനിടയായി. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് സോർട്ട് ചെയ്യണം ബുക്കുകളെല്ലാം, സാഹിത്യം, കല അങ്ങനെയെല്ലാം സോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു ബുക്ക്, ഒരു ജൂബിലി ഉള്ള ഒരു അച്ഛന്റെ ബുക്ക് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു, അച്ഛന്റെ ബയോഗ്രഫി ചെയ്യണം. അങ്ങനെ ഞാൻ ആ വിഷയം അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ജോസഫ് അച്ഛൻ എനിക്ക് അതിന് അനുവാദം നൽകി. അപ്പൊ അങ്ങനെ ഞാൻ 2015 അച്ഛന്റെ ബയോഗ്രഫി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിന്റെ എഡിറ്ററാണ്. കാരണം അന്ന് അതായത് ജോസഫ് അച്ഛൻ 85 അച്ഛനായതാണ്, ഞാനന്ന് ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞാനപ്പോ മരിയൻ തപസ്സിന് ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചുള്ള ധ്യാനത്തിനെ സഹായിക്കാൻ വരുമായിരുന്നു. അപ്പൊ അച്ഛന്റെ ദൈവാനുഭവങ്ങൾ ഏറെക്കുറെ എനിക്ക് അറിയാമായിരുന്നു. അതെല്ലാം എനിക്കറിയാവുന്ന ദൈവാനുഭവങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ അച്ഛനുമായിട്ടിരുന്ന് ഇന്റർവ്യൂ ചെയ്ത് എല്ലാം ക്രോഡീകരിച്ച് അച്ഛൻ എനിക്ക് ഓഡിയോ പറഞ്ഞു തന്നാണ് ആ ഒരു ബയോഗ്രഫി നമ്മൾ സെറ്റ് ചെയ്തത്. അച്ഛനെല്ലാം എനിക്ക് ഫോണിൽ കൂടി ഓഡിയോ പറഞ്ഞു തന്നു. അങ്ങനെയാണ് നമ്മളൊരു ബയോഗ്രഫി. ഞാൻ അതിന്റെ എഡിറ്ററാണ്. അതില് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മ ഒരു നിഴലായിട്ട് ജോസഫ് അച്ഛന്റെ കൂടെയുണ്ട്. എന്നിരുന്നാൽ തന്നെയും 1987 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച മരിയൻ ഇയറോട് കൂടിയിട്ടാണ് അച്ഛന്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ ശുശ്രൂഷകൾ, കൃപാസനം ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. 1985 അച്ഛൻ ഡിസംബർ 23-ാം തീയതിയാണ് പട്ടം സ്വീകരിക്കുന്നത്. അതിനുശേഷം 1987 കാട്ടൂരിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്താണ് ഈ മരിയൻ ഇയർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. അന്ന് അച്ഛൻ ഇങ്ങനെ ഒരു മരിയൻ ഇയറിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ രൂപം ഇടവകയിൽ വരുന്നതെന്ന് കണ്ടപ്പോൾ 7000-ഓളം വരുന്ന
അംഗങ്ങൾ വരുന്ന ആ ഒരു ഇടവക സമൂഹത്തെ മുഴുവൻ ഉണർത്തി അന്നത്തെ രാത്രി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി ഇവരെല്ലാം വ്യക്തിപരമായ പ്രാർത്ഥന നടത്തി ഒരുക്കി പരിശുദ്ധ അമ്മയെ ആ ഒരു ഇടവകയിൽ സ്വീകരിച്ചു. ഇത് നടക്കുന്ന ഒരു ഓഗസ്റ്റ് 11-നാണ്. പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം പരിശുദ്ധമ്മ നേരെ മുൻകൂട്ടി കണ്ടിരുന്നതായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 12-ാം തീയതി തന്നെ ഇടുക്കിയിൽ അച്ഛൻ പുറത്ത് ധ്യാനിപ്പിക്കാൻ പോയി, രൂപതയ്ക്ക് പുറത്ത്. അതായിരുന്നു അച്ഛന്റെ ആദ്യത്തെ ധ്യാന ശുശ്രൂഷകളുടെ ആരംഭം എന്ന് പറയുന്നത്. 1987 മരിയൻ ഇയറിന് ശേഷം അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ രൂപം. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇടവകയിലെ ജനങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപം വ്യക്തിപരമായിട്ട് ഒരു മോൺസിഞ്ഞൂറിന്റെ ഭവനത്തിൽ നിന്ന് അച്ഛന് ലഭിക്കുകയും അച്ഛൻ വ്യക്തിപരമായ പ്രാർത്ഥന ഈ രൂപം ഈ റൂമിൽ വെച്ച് ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് അച്ഛന് ഒരു ഓറോ കോൺഫറൻസ്, അതായത് ഓറൽ കൗൺസിലിങ്ങിനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥയിൽ ലഭിക്കുകയും തുടർന്ന് വലിയ വലിയ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ക്രിസ്തു ജയന്തി വരുന്നത്. അതായത് ക്രിസ്തു ജയന്തിക്ക് ഒരുക്കമായിട്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 1991 മുതൽ 2000 വരെ കടലോരത്ത് നീണ്ട 10 വർഷം കടലോര കൃപാവര യജ്ഞം എന്ന പേരിൽ ശുശ്രൂഷ നടത്തിയിരുന്നു. അത് ഒത്തിരിയേറെ വളരെ പെയിൻഫുൾ ആയിട്ടൊരു ശുശ്രൂഷയാണ്. കാരണം എന്ന് വെച്ചാൽ കടലോരത്താണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മത്സ്യത്തൊഴിലാളി മക്കളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഇതെല്ലാം സംഘടിപ്പിച്ച് ശക്തമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ ന്യൂസ് ലെറ്റേഴ്സും, അതായത് ന്യൂസ് പേപ്പേഴ്സും, അതായത് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ് ന്യൂസ് ലെറ്റേഴ്സ് പോലും അന്ന് ഈ ഒരു ഇത്രയും വലിയൊരു ശുശ്രൂഷ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അത് ഈ പ്രദേശത്താണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റ് വൈസിലോ അത് അങ്ങനെ ഉണ്ടോ? അതായത് കൊച്ചി മുതൽ പുന്നപ്ര വരെയുള്ള എല്ലാ തീരദേശ മത്സ്യത്തൊഴിലാളി മക്കളെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കടലോര കൃപാവരയജ്ഞം അച്ഛൻ നീണ്ട 10 വർഷം. അതിന് പ്രത്യേകിച്ച് അച്ഛൻ ഒരു മോണിറ്റൈസേഷൻ, അച്ഛൻ ഒരു മോണിറ്ററി ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കടലോര കൃപാവരയജ്ഞം കഴിയുമ്പോഴും അച്ഛന്റെ മേടയിൽ ആൾക്കാര് പൈസയ്ക്ക് വേണ്ടി വന്ന് കിടക്കുമായിരുന്നു. കാരണം ലൈറ്റ് ആൻഡ് സൗണ്ട് ജനറേറ്റർ. അപ്പൊ അതിന് പ്രത്യേകിച്ച് അച്ഛൻ അതിനു വേണ്ടി ഒരു പണപ്പിരിവ് നടത്തുകയൊന്നും ചെയ്തില്ല. ഈശോയെ ജനത്തിന് കൈമാറണമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് അന്നും ഇന്നും അച്ഛൻ ശുശ്രൂഷ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷീകരണം അവരുടെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 1991 മുതൽ 2000 വരെ കടലോര കൃപാവരയജ്ഞം നടത്തി. അപ്പൊ അതിനുശേഷം അപ്പൊ അച്ഛന് ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അച്ഛന്റെ കയ്യിലുണ്ട്. ആ സമയത്താണ് അച്ഛൻ വാടക്കൽ പള്ളിയിലോട്ട് അതായത് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. ഈ വാടക്കൽ പള്ളിയിൽ അച്ഛൻ ചെന്നതിന് ശേഷം അച്ഛൻ വലിയൊരു കാര്യം ചെയ്തു. അതായത് വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരു ഇടവകയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഒത്തിരിയേറെ മത്സ്യത്തൊഴിലാളി മക്കള് കടലിൽ പോയിട്ട് ഒത്തിരിയേറെ ദുരന്ത മരണങ്ങൾ സംഭവിച്ച ഒരു ഇടവകയാണ്. അപ്പൊ ഈ ദുരന്ത മരണങ്ങൾ ഇങ്ങനെ അടിക്കടി തുടർന്ന് ഒരു 20 പേരോളം മരിച്ചു കഴിഞ്ഞപ്പോ ആ ഇടവക ശരിക്കും ക്ഷയിച്ചുപോയി എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് ആ ഒരു ഇടവക ഒരു ഉറങ്ങിയ അവസ്ഥയിലായിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് വലിയൊരു ദർശനം ഉണ്ടായി. ഒത്തിരിയേറെ മക്കള് നടന്ന് ഈ ഒരു ദേവജനമാതാവിന്റെ പള്ളിയിലോട്ട് വരുന്നതായിട്ട് ഒരു വലിയ ദർശനം അച്ഛൻ കണ്ടു. ഈ ദർശനം അച്ഛന് കിട്ടിയ മാത്രയിൽ അച്ഛൻ അത് അന്വേഷിച്ചു. അവിടെ മുടങ്ങിക്കിടന്ന ദേവജനമാതാവിന്റെ നൊവേന പുനരാരംഭിച്ചു. ഈ നൊവേന അച്ഛൻ പുനരാരംഭിച്ചതിന്റെ 2 റിസൾട്ട് ആയിട്ടാണ്, ഒന്ന് കലവൂരില് നമ്മൾ ഇതിനു മുമ്പേ ഓൾറെഡി സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് ഒരു മിഷൻ ആയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2001 നമ്മൾ കലവൂരില് ഒരു കാറ്റാടി കമ്പ് കുഴിച്ചിട്ട് ഒരു മിഷനായിട്ട് കലവൂർ മിഷൻ ആരംഭിക്കുന്നത്. പിന്നെ 2 കാര്യങ്ങളാണ് അന്ന് ദേവജനമാതാവിന്റെ ഈ നൊവേന പുനരാരംഭിച്ചപ്പോൾ നടന്നത്. ഒന്ന് കലവൂർ മിഷൻ ആരംഭിച്ചു, 2 തീരത്തുടനീളം ജപമാല സഖ്യങ്ങളെ കൂടുതൽ സജീവമായിട്ട് അച്ഛന് അത് ഒരുമിച്ച് കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ബ്രദർ ഫ്രാൻസിസ് എന്നൊരു അൽമായ പ്രേക്ഷിതൻ 17 സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛന് ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്താണ് കലവൂർ കൃപാസ മിഷൻ ആരംഭിക്കുന്നത്. അത് റീത്ത പുണ്യാവൃത്തിയുടെ ഒരു കപ്പേളയായിരുന്നു, കൊച്ചു കപ്പേള, ദിവ്യകാരുണ്യം ഉള്ളടക്കം ചെയ്ത ഒരു കൊച്ചു കപ്പേളയായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരിയേറെ അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു ആ ഒരു കപ്പേള അച്ഛന് കിട്ടിയത്. അതായത് ദിവ്യകാരുണ്യം ഉള്ളടക്കം ചെയ്തൊരു കപ്പേള കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാനോൻ ലോ പ്രകാരം ഒരു പ്രീസ്റ്റ് റിസൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പേള നമുക്ക് സ്വന്തമായിട്ടില്ല. ഈശോനെ ഉള്ളടക്കം ചെയ്ത് ഉള്ള ഒരു കപ്പേള ശരിക്കും പറഞ്ഞ ഒരു പ്രീസ്റ്റ് അവിടെ റിസൈഡ് ചെയ്യണമെന്നാണ്. പക്ഷെ ഈ ബ്രദറിന് അന്നത്തെ പിതാവ് പ്രത്യേക അനുമതി നൽകിയതനുസരിച്ചാണ് ഇങ്ങനെ ഒരു പെർമിഷൻ അൽമായന് കിട്ടിയത്. അപ്പോ ജോസഫ് അച്ഛന് ഇങ്ങനെ ദിവ്യാരൻ ഉള്ളടക്കം ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് ദൈവമാതാവ് ഒരുക്കി വെച്ചിരുന്നത്, കലവൂർ കൃപാസനം മിഷൻ ആരംഭിക്കാൻ വേണ്ടി. അത് ഒരു ദൈവപിതാവിന്റെ ഒരു പ്രത്യേക പരിപാലനയാണ്.
അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2001 അച്ഛൻ ഈ ദൈവജനമാതാവിന്റെ നൊവേന പുനരാരംഭിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ വാടക്കൽ പള്ളിയിൽ ദൈവജനമാതാവിന്റെ നൊവേന പുനരാരംഭിച്ച ആദ്യ ദിവസം തന്നെ അച്ഛന് വലിയൊരു സന്ദേശം കിട്ടി. ഈ നൊവേന പ്രാർത്ഥിച്ച് സുതിപ്പിന്റെ സമയത്ത് ആ ഒരു സന്ദേശപ്രകാരമായിരുന്നു ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ കുറച്ച് അവരുടെ കുടുംബത്തിൽ കുറച്ച് ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താമെന്ന് നേർന്നതാണ്. പക്ഷെ കൂട്ടുകാരുടെ കളിയാക്കലൊക്കെ കാരണം അതിൽ നിന്ന് ദൈവമാതാവിന് കിട്ടുന്ന വലിയൊരു മഹത്വം കിട്ടുന്ന ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില അനർത്ഥങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അച്ഛന് വലിയൊരു സന്ദേശം കിട്ടി. ആ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ ഇതുപോലെ സാക്രിസ്റ്റി വന്ന സമയത്ത് ഈ വ്യക്തി അച്ഛനെ സമീപിച്ച് പറഞ്ഞു, ആ അച്ഛൻ ദർശനത്തിൽ കണ്ട ആ വ്യക്തി ഞാനാണെന്ന് പറഞ്ഞു. വിക്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ജോസഫ് അച്ഛനോട് ഈ വിഷയം ആ വ്യക്തി പങ്കുവെച്ചപ്പോ ഇതിനെന്താണൊരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, അമ്മ സ്തുതിക്കപ്പെടണം, അത് ദൈവപിതാവിന്റെ ഒരു ആഗ്രഹമാണ്. കാരണം കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ദൈവത്താൽ അയക്കപ്പെട്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്ന് അഭിവാദനം ചെയ്യുന്നത്. അപ്പൊ ദൈവപിതാവിന്റെ ഇഷ്ടമാണ് പരിശുദ്ധ അമ്മ സ്തുതിക്കപ്പെടണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യ്, ഒരു രൂപം ഉണ്ടാക്കി നമുക്കത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരാം, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടേണ്ട ആ മഹത്വം തിരിച്ചു കിട്ടും. അപ്പൊ നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു വിഷമസന്ധികളൊക്കെ മാറിപ്പോകുന്ന അച്ഛൻ പറഞ്ഞു. അദ്ദേഹം അച്ഛന്റെ നിർദ്ദേശപ്രകാരം തന്നെ ചമ്പക്കുളത്ത് ഒരു മാതാവിന്റെ ഒരു രൂപം ഉണ്ടാക്കി. അതായത് പ്രസാദപര മാതാവിന്റെ രൂപമാണ്, മനഗുണ മാതാവ് എന്ന് പറയുന്ന പ്രസാദപര മാതാവിന്റെ രൂപമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ സഹായമെത്രാൻ അച്ഛന്റെ അധ്യാപകനും കൂടിയാണ് ചക്യാത്ത് പിതാവ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ അരമനയിൽ നിന്നാണ് നമ്മൾ പ്രദക്ഷിണമായിട്ട് കടലോരത്ത് കൂടി വലിയ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് വലിയ മഹത്വം കൊടുക്കുന്ന ആ ഒരു റാലിയോടുകൂടി തന്നെ പരിശുദ്ധ അമ്മേനെ പ്രസാദപര മാതാവിനെ കൃപാസനം കവാടത്തിങ്കൽ എറണാകുളത്ത് തുടങ്ങിയ ആ ഒരു റാലിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി വന്ന ആ ഒരു റാലിക്ക് അവിടെ അവസാനം നമ്മൾ പരിശുദ്ധ അമ്മേനെ ഈ കവാടത്തിൽ പ്രതിഷ്ഠിച്ചു. അതാണ് നമ്മൾ കൃപാസനത്തോട് കയറി വരുന്ന പ്രസാദപര മാതാവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. കുറച്ചു പേരൊക്കെ അറിയുന്നു. അപ്പൊ അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠ കൃപാസനത്തിലായി. 2003 പരിശുദ്ധ അമ്മേനെ കവാടത്തിൽ, അതായത് പ്രസാദപര മാതാവിന്റെ രൂപം കവാടത്തിൽ പ്രതിഷ്ഠിച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് നമ്മുടെ ഈ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത്. ഈ പ്രതിഷ്ഠാ ദിനത്തിന്റെ ആ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമായിരുന്നു. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാല വർഷമായിട്ട്, അത് പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ നമ്മുടെ ജപമാലയുടെ ആഡ് ചെയ്തിട്ട് ജപമാലയുടെ പ്രഹരശേഷി കൂട്ടിയ ഒരു വർഷമാണ്. അപ്പൊ ആ ഒരു വർഷത്തോടനുബന്ധിച്ച് നമ്മൾ കൃപാസനം ചെയ്ത വലിയൊരു പ്രാർത്ഥനാ പദ്ധതി എന്ന് പറയുന്നത് 365 ദിവസവും അണമുറിയാതെ ഒരു കൂടാരം കെട്ടി, അതായത് 12 കാല് കുഴിച്ചിട്ട്, അത് 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 കാല് കുഴിച്ചിട്ട് ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് 365 ദിവസവും, അതായത് 24 മണിക്കൂറും അണമുറിയാതെ ജപമാല പ്രാർത്ഥന നടത്തിയ ഒരു വർഷമാണ് അഖണ്ഡ ജപമാല. അഖണ്ഡ ജപമാല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജപമാലയ്ക്ക് നമ്മൾ 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ 50 നന്മ നിറഞ്ഞ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഫുൾ ഡെക്കേഡ്സ് ഫുള്ള് ചെല്ലും. അപ്പോൾ 20x50 ആവുമ്പോൾ ശരിക്കും 1000 നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന അത് ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രധാനമായിട്ട് സഭയുടെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ 2003 ഒക്ടോബർ 24-ാം തീയതി പരിശുദ്ധമനെ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു വാർഷിക ദിനത്തിലാണ് കൃപാസനത്തിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിന്റെ വരവ്. അപ്പോൾ സാറിന്റെ വരവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ജോസഫ് അച്ഛൻ റാലി സംഘടിപ്പിച്ചിരുന്നു, ജപമാല റാലി. അപ്പൊ അതായത് കൃപാസനത്തിന്റെ 2 സൈഡിൽ നിന്നും, അതായത് കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ പുന്നപ്ര സൈഡിൽ നിന്നും 2 റാലി. ഈ റാലി നമ്മുടെ കലവൂര് കൃപാസനത്തില് വന്നു ചേരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ റാലി സംഘടിപ്പിച്ചത്. ഈ ഒരു റാലി സംഘടിപ്പിച്ചപ്പോൾ അന്ന് കൃപാസനം ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരു സമയത്ത് ആകെ ഒരു ബാത്റൂം ഉള്ളൂ. അച്ഛൻ പണ്ട് മുതലേ ജനങ്ങളോട് കൈ നീട്ടി പൈസ വാങ്ങിക്കാതെ ഒരു രൂപ അച്ഛന്റെ കയ്യിലില്ല. അപ്പൊ ഇങ്ങനെ ജനങ്ങളെല്ലാം കാൽനടയായിട്ട് ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ അച്ഛൻ അവർക്ക് കഞ്ഞിയെല്ലാം ഒരുക്കിയിരുന്നു. പക്ഷെ ഇവർക്ക് സ്റ്റേ ചെയ്യാനൊരു സൗകര്യമില്ല, ആകെ ഒരു ബാത്റൂം ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് ജസ്റ്റ് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ഇവരെ ഇമ്മീഡിയറ്റ് നമുക്ക് പറഞ്ഞു വിടണം ഭവനങ്ങളിലേക്ക്.
പക്ഷെ അങ്ങനൊരു ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പില്ല, ഒത്തിരി ജനങ്ങൾ പിന്നെ തിരിച്ചു നടക്കണം, കലമ്പൂര് ആ സൈഡിലോട്ട് ജംഗ്ഷനിലോട്ട് തിരിച്ചു നടക്കണം. അപ്പൊ അങ്ങനെ ഇവരെ പറഞ്ഞു വിടാൻ അച്ഛൻ്റെ കയ്യിൽ 1 രൂപയില്ല. പക്ഷെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 6 വണ്ടി വിളിക്കേണ്ടി വരും, 4000 രൂപ വെച്ച് 24,000 രൂപ വേണം. പക്ഷെ അച്ഛൻ്റെ കയ്യിലില്ല. അപ്പൊ അന്ന് കൃപാസനത്തില് സ്റ്റെരിഗ്മ ധ്യാനം നടക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യത്വ സ്ഥിരീകരണ ധ്യാനം എന്ന് പറഞ്ഞൊരു ധ്യാനം. അതിന് അച്ഛൻ ടോക്കിന് കയറി ഇറങ്ങിയപ്പോ അച്ഛനോട് വ്യക്തി വന്ന് പറഞ്ഞു, അച്ഛനെ കാത്ത് ഒരു വ്യക്തി പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അപ്പൊ വിജയകുമാർ എന്ന് പറഞ്ഞ ഈ ഒരാളായിരുന്നു പുറത്ത് നിന്നിരുന്നത്. അപ്പോ വിജയകുമാർ സാറ് ഈ റീത്ത പുണ്യാളത്തിയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രദർ ഫ്രാൻസ് എന്ന കൊച്ചു പുണ്യാളത്തിയുടെ കപ്പലിൽ കയറിയപ്പോ ദിവ്യാനെ അവളടക്കം ചെയ്ത ഈ ഇവിടെ കയറിയപ്പോ ദൈവമാതാവ് സാറിന്റെ ചെവിയിൽ ഒരു വാക്ക് പറഞ്ഞു. അതായത് അച്ഛന് 24,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹം ബിസിനസ്മാൻ ആയതുകൊണ്ട് എപ്പോഴും പൈസ കയ്യിൽ കരുതും. അങ്ങനെ പൈസ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു, ബിസിനസ്മാനായിരുന്നു, സിവിൽ സപ്ലൈസിന്റെ കോൺട്രാക്ട് ചെയ്യുന്ന ബിസിനസ്മാനാണ്. അപ്പോ സാറ് അച്ഛനോട് അത് പറഞ്ഞു. അതായത് അമ്മ പറഞ്ഞു 24,000 രൂപയുടെ ആവശ്യം ജോസഫ്, ഇന്ന 24,000 രൂപ ആണ്. അച്ഛന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയെന്നാണ് അച്ഛൻ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് 2004 ഒക്ടോബറിലാണ്. അതായത് പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷിക ദിവസം സംഭവിക്കുന്ന വലിയൊരു സംഭവമാണ്. അന്നാണ് ശരിക്കും പറഞ്ഞ വിജയകുമാർ സാറിന്റെ ഔദ്യോഗികമായ വരവും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും എല്ലാം ഒരു സ്ഥിരീകരണമാണ്. പിന്നീട് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഉടമ്പടി പ്രാർത്ഥനയുടെ വലിയ ഭാഗമായിട്ട് പിന്നീട് ചരിത്രത്തിൽ മാറുകയുണ്ടായി.